ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം അടിയങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം ചെയ്യാണ് കർത്താവേ. കഴിഞ്ഞ രാത്രിയിലൊക്കെ അങ്ങയുടെ അത്ഭുതകരമായി കാത്തു സൂക്ഷിച്ച് ഈ പകൽക്കാല കർത്താവേ അടിയങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്ന കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കടന്നു വരുന്ന എല്ലാ ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം പറയുന്ന ദേവദാസിനെ കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു പാ, താങ്ക് യു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരമേ എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ ആകൃത്യമൊക്കെ മോചിക്കും, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു പാ, താങ്ക് യു. അങ്ങയുടെ തിരുസാന്നിധ്യത്തിനായി സ്തോത്രം, സ്തോത്രം പാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ മേലിക്കും. നമുക്ക് ഒരുമയോട് ആരാധിക്കാം, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ. ഹല്ലേലൂയ. ഇടയാതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അല്പനേരം കൈകളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരാമാരുന്ന എല്ലാ ആപത്ത് നടത്തുന്ന നമ്മളെ പിടിപ്പിച്ച കർത്താവ്, ഹല്ലേലൂയ. ജീവനോടെ നമ്മളെ ആക്കിയിരിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ. എത്രയോ പേര് കഴിഞ്ഞ ഈ ലോകത്തെ ഈ രാത്രിയിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും ആയുസ് തന്ന ആരോഗ്യം തന്ന് നിർത്തിയ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്, ചുറ്റുപാടുള്ള ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു പാ, താങ്ക് യു. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, 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 സ്തോത്രം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പി, മഹത്വത്തിന്റെ രാജ്യപ്രഭ പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു പാ, താങ്ക് യു. ഹല്ലേലൂയ, താങ്ക് യു പാ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ഇഹലോകമോ കരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ, ഇഹലോകമോ കരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. മനോവേദന പലശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പലശോധന മമ ജീവിത പാതയതിൽ. മറത്തേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിച്ചാരി ഞാൻ ആശ്വസിക്കും. മറത്തേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിച്ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ഇഹലോകമോദരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ, ഇഹലോ
എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. എന്റെ ആയുസ് ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. എന്റെ ആയുസ് ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറയിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറയിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. എന്റെ ആയുസ് ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. എന്റെ ആയുസ് ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറയിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറയിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. സൗരഭരാജം അസുരരാജം സന്താരീവ സൗരഭരാജരീധരമാരം സൗരഭരാജം അസുരരാജം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. വികരാരാജക ചന്ദ്രമാരവ ശ്രീധരമാരവ സൗരഭരാജം അസുരരാജം ചന്ദ്രഭാരം ശ്രീധരമാരക സൗരഭരാജം വികരാരാജം സൗരഭരാജം അസുരരാജം ചന്ദ്രഭാരക ശ്രീധരമാരക വികരവരാജക ചന്ദ്രമാരവ സൗരഭരാജം ശിഖരവാരം ചന്ദ്രഭാരം ദീവാരാജ സൗരഭരാജക വികരവരാജക സൗരഭരീവര സൗരഭരാജം അസുരരാജം ചന്ദ്രാരീവ സൗരഭരാജക ശ്രീധരവാരം ചന്ദ്രമാരവ സൗരഭരാജ വികരം വീരവരസ്കരവാരക വികരവരാജക ചന്ദ്ര
ചെയ്യും രക്തം 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 ചെയ്യും ഈശ്വരവാദവ സൗരവരാജന ഈശ്വരവാദവ സൗരവരാജന ഈശ്വരാജ ഈശ്വരാജം ഈശ്വരാജം ഈശ്വരാജം. Thank you Jesus, thank you Jesus. ആമേൻ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളൊക്കെ ഒന്ന് കർത്താവിന് ഹല്ലേലൂയ നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകളൊക്കെ ഉയർത്തുവാൻ പറ്റുന്ന ഒരു കൃപയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 Thank you. Hallelujah. നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഒരു ബൈബിൾ സ്റ്റഡി. ഹല്ലേലൂയ. അത് കേൾക്കുവാൻ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാണ്ട് ചെറിയ ബ്രദറിനെ ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ച് വചനം സംസാരിച്ച് ഇടയ്ക്കൊരു ഒരു ബ്രേക്ക് കൊടുത്തിട്ട് 1 മണി വരെയുള്ള സമയമാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദിവസമാണ്. ആമേൻ. ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയത്ത് തിരുസന്നിധി കടന്നു വരുവാൻ ഞങ്ങൾ നീ അനുവദിച്ചല്ലോ കർത്താവേ. സംഭവമായ ലോകത്ത് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നത് നിന്റെ കൃപയാണല്ലോ. ഞങ്ങൾ ഇവിടെ വന്നത് ദൈവത്തിന്റെ കൃപയാണല്ലോ. അനേക ജീവിതങ്ങൾ ഇന്ന് രാവിലെ സമയത്ത് കണ്ണുനീരിൽ കഴിയുമ്പോൾ, ഞങ്ങൾക്ക് ദുഃഖത്തിൽ കഴിയുമ്പോൾ, ഞങ്ങൾക്ക് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഈ രാവിലെ സമയത്ത് ഇവിടെ കടന്നു വരുവാന് ഞങ്ങളെ അനുവദിച്ചല്ലോ. എന്റെ ദൈവമായ കർത്താവെ, നീ ചെയ്ത നന്മകൾ അനുഗ്രഹങ്ങൾ എത്ര വലുതാ കർത്താവെ. ആ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ രാവിലെ സമയത്ത് ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയം നന്നായിട്ട് കർത്താവെ. ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഏകാഗ്രത മനസ്സോടുകൂടെ നിന്റെ സന്മീകരിപ്പാൻ ഞങ്ങളെ ഇന്ന് പകൽക്കാലം നീ സഹായിക്കുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ സമയത്ത് കർത്താവേ, ഞങ്ങളുടെ കാലശില പുണർന്ന് നടക്കുന്ന ആ കുടുംബത്തെ ഓർക്കുകയാണ് കർത്താവേ. ആ യൗവനക്കാരൻ എന്റെ ദൈവമേ പൊടുന്നവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടല്ലോ. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം നീ അവർക്ക് നൽകിക്കൊടുത്ത് നീ അവരെ അനുഗ്രഹിക്കുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, അതുപോലെ ദുഃഖത്തിൽ കഴിയുന്ന അനേകരുണ്ട്, വേദനയിൽ കഴിയുന്ന അനേകരുണ്ട്. ഡോക്ടർമാരെ ഭീതിപ്പെടുത്തുന്ന വാക്കുകളെ പറഞ്ഞ് മടക്കി അയച്ചവര് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. ഇന്ന് രാവിലെ സമയത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അത്ഭുതം നടക്കുന്ന ദിവസമായി മാറട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെ ഓ ബന്ധനങ്ങൾ അഴിയുവാൻ, ലോകത്തിന്റെ ബന്ധനങ്ങളെ അഴിയുക ഒരു പകൽക്കാലമായി മാറട്ടെ കർത്താവേ. അതിനാൽ നീ സഹായിക്കാൻ പോകുന്നത് വഴിയാണ് നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. കടന്നു വന്ന നിന്റെ മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ഈ കടന്നു വന്ന് ഇവിടെ ഈ ഭവനത്തിനായി നിന്നെ സ്തുതിക്കുന്നു. ദീർഘനാളുകളായി ഈ ഭവനത്തില് മീറ്റിംഗുകൾ നടക്കുകയാണ് കർത്താവെ. ഈ ഭവനത്തിന്റെ ആവശ്യം സ്വർഗമേ നീ അറിയുന്നതിനാൽ നിന്നെ സ്തുതിക്കുന്നു. ഒരു വിടുതൽ ഞങ്ങൾ ഈ വർഷത്തിൽ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതിന് തടസ്സമായിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓ വിടുതൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ് കർത്താവെ. ദൈവസാന്നിധ്യം ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാ
സന്നിധിയിലേക്കാണ് കർത്താവേ നീ നടത്തിക്കാട്ടെ. നീ രാവിലെ ശ്രുതികൾ അല്പസമയം നീങ്ങളോട് കൃത്യമായി ദാസന് കൂടി ഇടപെടുമാറാകണമേ. കടന്നു വരുവാനുള്ള തക്ക സമയത്ത് നീ കൂട്ടി വരുത്തുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Praise the Lord. ആമേൻ. Praise the Lord. ഈ സമയം ദൈവം എനിക്ക് തന്നതിനാൽ ദൈവത്തിന് സ്തുതിക്കുന്നു. ദൈവസഭയോടും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതും മനസ്സിലാക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അന്ത്യസമയത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ധ്യാനിക്കാൻ പോകുന്നത്. ഈ അന്ത്യസമയത്തെ പറ്റി നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മെയിനായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ റെവലേഷനിൽ നമ്മൾ കാണുന്ന 7 seal, 7 trumpet and 7 balls. ഇതിന്റെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ കമ്പാരറ്റീവ് സ്റ്റഡിക്കകത്ത് ഈ 7 seals, 7 trumpet and 7 balls അത് ഈ സമയത്ത് അത് എങ്ങനെയാ നമ്മുടെ ലോകവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസും നമ്മൾ എവിടെ വരെയായി, എത്ര സീൽ ഓപ്പൺ ആയി, എത്ര ട്രംപറ്റ് ബ്ലോൺ ആയി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, ഈ കാര്യങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്, സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ നമ്മളിത് നോക്കുന്നുണ്ട്. നമ്മൾ ഈ 2 ഭാഗം, ഈ 7 സീൽസിനെയും 7 ട്രംപറ്റ്സിനെയും പാരലായിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അത് ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് വേണ്ടി നമ്മളൊരു വാക്യം വായിക്കാം. യോയേൽ 3-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങൾ. യോയേൽ 3-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങൾ. വചനം ഇടയ്ക്കിടയ്ക്ക് വായിക്കാനായിട്ടുണ്ട്. ആരെങ്കിലും റെഡിയായിട്ടിരിക്കണേ. യോയേൽ 3-ാം അധ്യായം 1 മുതൽ 2. ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. അവർ എന്റെ ജനത്തിന് ചീട്ടിട്ടിട്ട് ഒരു ബാലനെ ഒരു വേശ്യയ്ക്ക് വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു. 2-ാം അധ്യായം വരെ വായിച്ചോ? വാക്യം വരെ. ഓക്കെ, 3 വരെ വായിച്ചു. ഓക്കെ, 2 വരെ വായിച്ചാൽ മതി. Okay, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. Heavenly Father, Lord, we thank you and praise you for this wonderful time what you had given us, Lord. Lord, we give this word into your hand which you have given, Lord. Break this and give us full, Heavenly Father, that we know and understand the depths of your plan, Heavenly Father, Lord, how we are unfolding, Heavenly Father, Lord. Lord, let your Holy Spirit speak to each and every one of us. We commit this time. Holy Spirit, take control. In Jesus' name we pray. Amen. Amen. 1948 നമ്മൾ നോക്കുന്ന ഇസ്രായേലിന്റെ ഒരു രാജ്യം സ്ഥാപിതമാകുന്നത്. 1947 യെരുശലേം അതിന്റെ രാജധാനിയായിട്ട്, ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതും അത് അനൗൺസ് ചെയ്യുന്നതും 2017 നമുക്ക് 47 എവിടെ കിടക്കുന്നു? 2017 ഇതിനെ ഡൊണാൾഡ് ട്രംപ് അക്സെപ്റ്റ് ചെയ്യുന്ന ഇത് എന്താ പറയുന്നത്, യെരുശലേം രാജധാനിയാണ്. ഇത്രയും വർഷം ഒരു കൺട്രി പോലും ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. യെരുശലേമിന്റെ രാജധാനി, യെരുശലേം അതിന്റെ ക്യാപിറ്റൽ ആണെന്ന് പറഞ്ഞിട്ട്. സോ ഇത് അൺഫോൾഡ് ചെയ്ത് വരുക നമ്മൾ കാണുന്ന യെരുശലേമിനായി മൊത്തം നമ്മൾ കാണാൻ പോകുന്ന ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. യോയേലിന്റെ 3-ാം അധ്യായം നമ്മളിപ്പം വായിച്ചതിന്റെ
9 മുതൽ 10 വരെ വാക്യങ്ങളൊന്ന് വായിക്കാം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ, വീരന്മാരെ ഉദ്യോഗിപ്പിൻ, സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ. നിങ്ങളുടെ പുഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പീൻ. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ഈ ഒരു ആഹ്വാനം ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു അന്തസമയത്ത് ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയ ചെറിയ കൺട്രി വരെ, ഒരു ശക്തിയുമില്ലാത്ത കൺട്രി വരെ വലിയ ശക്തിശാലിയായിട്ടുള്ള നിൽക്കുന്ന കൺട്രിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അവർ റെഡി ആയിക്കൊണ്ടിരിക്കാം. നമ്മളുടെ അടുത്ത് തന്നെ, ഇന്ത്യയുടെ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നേപ്പാൾ ഇന്ത്യക്ക് ത്രെട്ട് ചെയ്യുക, ബംഗ്ലാദേശ് ഇന്ത്യയെ ത്രെട്ട് ചെയ്യുക. ബംഗ്ലാദേശ് എത്ര ചെറിയ ഒരു കൺട്രിയാ, എത്ര ബലമുണ്ടെന്ന് നമുക്കറിയാം. തായ്വാൻ ചൈനയെ ത്രെട്ട് ചെയ്യുക. ചെറിയ ചെറിയ ആഫ്രിക്കൻ കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇച്ചിലൂടെ നോക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ യുദ്ധം ഇപ്പം കാണുന്ന യുക്രൈന് റഷ്യയെ ത്രെട്ട് ചെയ്യുക, ഇറാൻ ഇസ്രായേലിനെ ത്രെട്ട് ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യം ഇങ്ങനെ നമ്മൾ വായിച്ചതിനനുസരിച്ച് അത് സ്റ്റാർട്ട് ആയി, അത് തുടങ്ങിക്കൊണ്ടിരിക്കുക, ആൾക്കാർ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലൂക്കയുടെ പുസ്തകം ലൂക്ക് ചാപ്റ്റർ 21 verse 26 to 28. ഇത് അന്ത്യസമയത്ത് എങ്ങനെയായിരിക്കും എന്ന് അതിനെപ്പറ്റി ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. 26 to 28, 21, ലൂക്ക് ചാപ്റ്റർ 21. നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തുകൊണ്ടും മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുകയും. ഓക്കെ, നമ്മൾ ഇവിടെ വായിച്ച ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേജർ ആയിട്ടുള്ള ഒരു ഭാഗം 27ാമത്തെ വാക്യത്തിൽ കാണുന്നത് മേഘത്തിൽ. ഈ മേഘം കാണിക്കുന്ന മൊത്തം ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട്, മേഘത്തിനൊരു വലിയ പ്രാധാന്യം കാണിക്കുന്നുണ്ട്. യേശു സ്വർഗത്തിൽ എടുക്കപ്പെടുന്ന സമയത്ത് മേഘം വന്ന് കവർ ചെയ്യുന്നത് നമ്മൾ കാണാം. യേശു ലോകത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ട്രാൻസ്ഫിഗറേഷന്റെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്, മേഘം മറഞ്ഞതായിട്ട് നമ്മൾ കാണാം. ഇസ്രായേലിയുടെ മുന്നിൽ രാവിലെ മേഘസ്തംഭമായിട്ട് മുന്നിൽ പോകുന്നതായിട്ട് കാണാം. ടെന്റിന്റെ അകത്ത് മേഘം വന്ന് വസിക്കുന്നതായിട്ട് കാണാം. സുലൈമാന്റെ മന്ദിരത്തിൽ മേഘം അകത്ത് കയറി വസിക്കുന്നത് കാണാം. സൊലോമൻ ഞാൻ ഹിന്ദിയിൽ പറഞ്ഞ സൊലോമൻ. ഓക്കെ, മോശ പർവ്വതത്തിൽ ചെന്ന് സംസാരിക്കാനായിട്ട്, ദൈവമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നിടത്തും മേഘം വന്ന് മറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണാം. ഈ മേഘം ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ മേഘത്തിലാ നമ്മുടെ ട്രാൻസ്ഫിഗറേഷനും ഉണ്ടാകുന്നത്. നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫിഗറേറ്റ് ആയിട്ട് പോകുന്ന ഈ മേഘം വരുന്ന മധ്യാകാശത്തിൽ മേഘത്തിലേക്കാണ് നമ്മൾ എടുക്കപ്പെടുന്നത്. ഈ യേശു വന്ന് ഇറങ്ങുന്നതും മേഘത്തിലാണ്. ഇത് മനസ്സിലാക്കണം. ഇത് മേഘം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇനിയും വരും ദിവസങ്ങളിൽ മേഘത്തിൽ പല അടയാളങ്ങൾ ആകാശത്തിൽ കാണാൻ പോകുന്നത്. പലയിടത്തും നമ്മൾ കേൾക്കുന്നത്, അന്നേരം നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ചില റെക്കോർഡിങ്സ് ചില ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും ഇവിടെയും മേഘത്തിൽ പല സ്ട്രക്ചേഴ്സ് ഉണ്ടായി വരുന്നത്. അന്നേരം അതിനെ ചിലർ പറയും അത് AI ജനറേറ്റഡാ, അത് ഇങ്ങനെ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ അന്ത്യസമയത്ത് ചിഹ്നങ്ങളെല്ലാം വരുന്ന ഈ മേഘത്തിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന പല സയൻസ് വരാൻ പോകുന്നത്. അത് ന്യൂസിൽ വരും, നമുക്ക് കേൾക്കാൻ വെക്കും. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ്, മേഘത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
7 മുദ്രയെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഇപ്പം ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളുടെ കമ്പാരിറ്റീവ് ലോകത്തിനെ ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അന്നേരം മനസ്സിലാക്കാൻ നോക്കും ഓരോ മുദ്ര തുറക്കുമ്പോൾ ലോകത്തിൽ ആ സമയത്ത് എന്തുവാ നടക്കുന്നത്, എന്തുവാ നടന്നിട്ടുള്ള ആ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. റെവലേഷൻ ചാപ്റ്റർ 6, റെവലേഷൻ വെളിപ്പാട് 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുവാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ആദ്യത്തെ മുദ്ര പൊട്ടിക്കുന്നുണ്ട് ഒരു വെള്ള കുതിരയാണ് അവിടെ കാണുന്നത്. വെള്ള കുതിരയുടെ ഒരു ആളുണ്ട്. ആ ആളുടെ തലയിൽ ഒരു കിരീടമുണ്ട്. ആ ആള് ജയിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. നമ്മൾ നോക്കുന്നുണ്ട് ഈ വെള്ള കുതിരയും അതിന്റെ മണ്ടയ്ക്കൊരു കിരീടവും. ഇത് മനസ്സിലാക്കാനായിട്ട് വെള്ള സാധാരണ പീസിന്റെ ഒരു എക്സാമ്പിളാ പീസ്. ഇത് ബൈബിൾ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, ബൈബിളിലെ സ്കോളേഴ്സ് പറഞ്ഞ വെള്ള പീസിനെ കാണിക്കുന്നത്. എന്നാൽ തന്നെ അവർ അണ്ടർലൈൻ കോട്ട് ചെയ്ത് എഴുതുന്ന പല ഭാഗം നമ്മൾ സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് വെള്ള, നമ്മൾ ഒരാൾ മരിച്ചാല് നമ്മളുടെ കഫനെയും വെള്ളയില ഇടുന്നത്, വെള്ള ഷീറ്റിട്ടുള്ള കഫൻ ബോക്സ് കവർ ചെയ്യുന്നത്. അന്നേരം വെള്ള 2 ഭാഗത്തും കാണും. ഒരു പീസും ഉണ്ട് കാണിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് കഫനെയും ഡെത്തിനെയും കാണിക്കുക. കിരീടത്തിന് ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്നാ പറയുന്നത്. ലാറ്റിൻ ഭാഷയിൽ കൊറോണയുടെ വേർഡ് ഇസ്തമാൽ ചെയ്തിരിക്കുന്നത്. 2020 ഡെത്ത് കഫനായിട്ട് എല്ലായിടത്തും വന്നു. അത് ആരും അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പറഞ്ഞിട്ട് ഈ കുതിര ജയാളിയായിട്ട് നടന്ന കാണിക്കുന്നത്. യെശയ്യാ 25-ന്റെ 7-ാം വാക്യം വായിക്കുന്നുണ്ട്. യെശയ്യാ 25-ന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കണേ. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ്. സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. സർവജാതികളുടെ മേലും മൂടുപടവും പിന്നെ സകല ജാതികളുടെ മേൽ കിടക്കുന്ന മറവും. മൂടുപടവ് ഇബ്രാനി ഭാഷയിൽ മാസ്ക് എന്നാ പറഞ്ഞു. നമ്മൾ കൊറോണ സമയത്ത് വെയർ ചെയ്ത മാസ്ക്. മറവ് കഫനെയാ പറഞ്ഞത്. ഇബ്രാനി ഭാഷയിൽ അതിനെ കഫൻ എന്നാ പറഞ്ഞത്. ഈ പർവ്വതത്തിൽ അതിനെ തീർക്കുമെന്ന് പറയുന്നത് ഈ കൊറോണ ഫിനിഷ് ആകുന്ന ദൈവത്തിന്റെ 2-ാം വരവില. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഡൈ. ഡോക്ടേഴ്സ് വരെ പറയുന്നത് കൊറോണ നിൽക്കാൻ പോകുന്നില്ല. അതിങ്ങനെ വേരിയന്റ് മാറി 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 നമ്മുടെ മധ്യത്തിൽ കാണും. ഇത് കൊറോണ തീരുന്നത്, കൊറോണ ഫിനിഷ് ആകുന്നത് ദൈവത്തിന്റെ യേശുവിന്റെ 2-ാം വരവില കൊറോണ തീരുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഒരു സീൽ തുറന്നു കഴിഞ്ഞു, ഓൾറെഡി ഒരു ഭാഗം ഫിനിഷായി. 2-ാമത്തെ വാക്യത്തിലോട്ട് കയറാം. അതെ, 3-ാമത്തെ അധ്യായം, 3-ാമത്തെ വാക്യം. റെവലേഷൻ. മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ഓക്കെ, ഈ കുതിരയുടെ കളർ റെഡ്.
റെഡ് കളർ രക്തത്തെ കാണിക്കുന്നതാണ്. ഈ റെഡ് കളർ ഉള്ള കുതിര വന്നപ്പം അവിടെ നടന്ന 1-2 കാര്യം എന്താണെന്നറിയാമോ? ലോകത്തിലെ സ്നേഹം എടുത്തു കളഞ്ഞു, സമാധാനം എടുത്തു കളഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനായിട്ടുള്ള ഒരു അധികാരമായിരുന്നു ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആളിന് കിട്ടിയിരിക്കുന്നത്. ഇത് യുദ്ധത്തിന്റെ ഒരു പ്രോഫസിയാ, യുദ്ധം നടക്കുന്ന കാര്യത്തെ പറ്റിയാ കാണിക്കുന്നത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തി ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക. നമ്മളിപ്പം റൂസ് യുക്രൈന്റെ കാണാം, തുർക്കിയുടെ കാണാം. മൊത്തം യൂറോപ്യൻ യൂണിയനകത്ത് ഒരു യുദ്ധത്തിന്റെ ഒരു പേടിയിൽ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി. ഇറാൻ ഇസ്രായേൽ, ചൈന തൈവാൻ, ചൈന അരുണാചൽ പ്രദേശ്, അങ്ങനെ പല ഇടത്തും നമ്മൾ ഇത് കാണുന്നത് ഒരു യുദ്ധത്തിന്റെ ഒരു തയ്യാറെടുപ്പ് സീരിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ തയ്യാറെടുപ്പിന് വേണ്ടിയാ ഈ സീൽ പൊട്ടിച്ചതും ഈ കുതിര, ചുമല കുതിര ഇറങ്ങി വരുന്നതും. അതനുസരിച്ച് ലോകത്തിലെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സമയത്ത് ആ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. 3-ാമത്തെ. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വൈക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഇവിടെ കറുത്ത കുതിരയും തുലാഷ് കൈ പിടിച്ചിരിക്കുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ നോക്കുന്നുണ്ട്. ഫൈനാൻസസ് ഭയങ്കര സ്കാർസിറ്റി. പാവങ്ങളായിക്കൊണ്ടിരിക്കുകയും പൈസ ഉള്ളവർ പൈസ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അവിടെ ഭയങ്കരമായിട്ട് ഒരു വലിയ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കാണിക്കുന്നത്. ഇതിന്റെ അകത്ത് 6-ാമത്തെ വായിച്ചായിരുന്നു, 7-ാമത്തെ അധ്യായം ആ വാക്യം. ഒരു പണത്തിന് 3 ഇടം കഴിയാവാം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. എണ്ണയ്ക്കും വീഞ്ഞിനും. ഈ എണ്ണ നമ്മുടെ പെട്രോളിയം പ്രൈസസ് ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും വീഞ്ഞ് കാണിക്കുന്ന അപ്പർ ക്ലാസ് കമ്മ്യൂണിറ്റിക്കും ഒരു കുറവും വരുത്തരുത്. എല്ലാ സ്റ്റേറ്റിലും എല്ലാ കൺട്രിയിലും നമ്മളിപ്പം കാണുന്ന മൈനോറിറ്റി ഫൈനാൻസിൽ പുവറായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് ക്രഷ് ചെയ്യുന്ന ഒരു പീരീഡാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കൺട്രിയിലും അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. പൈസ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു നിയമമില്ല. അവർ അവരുടെ രീതിയിൽ ജീവിക്കാൻ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല. പ്രയാസം ഉണ്ടാകുന്നതും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും നമ്മുടെ കണ്ണിൽ തന്നെ ഇത് അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാനൊക്കെ ഇപ്പം നടക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ അതിന്റെ ഈ യേശുവിന്റെ 2-ാം വരവിന്റെയും സഭ എടുക്കപ്പെടുന്നതിന്റെയും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ബിക്കോസ് ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ഹൈസ് ആയിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും പ്രൈസ് റൈസ് ആയിക്കൊണ്ടിരിക്കുക. പൈസക്കാർക്ക് ഒരു പ്രശ്നവുമില്ല. പാവപ്പെട്ട ആൾക്കാര് ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്ന ജോലി ലേബർ ക്ലാസ് ആൾക്കാരെ പിടിച്ചു കെട്ടി ജയിലിൽ ആക്കി അവരെ പറഞ്ഞു വിടുന്നത്. ലക്ഷങ്ങൾ ആൾക്കാരാ കയറിപ്പോകുന്നത്. അതുപോലെ എല്ലാ കൺട്രിയിലും ഇതുപോലെ ഒരു വലിയ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ക്രൈസിസിന്റെ സമയത്താണ് നമ്മളിപ്പം കാണുന്നത്. 7-ാം വാക്യം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഇത് 4-ാം കുതിരയുടെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ 4-ാം കുതിര വരുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വലിയ പാൻഡമിക് വരാൻ പോകുന്നത്. WHO ഒക്കെ പറയുന്ന ഒരു വലിയ പാൻഡമിക് വരാൻ പോവാ. എല്ലാ വേൾഡും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക ഈ പാൻഡമിക്കിന് വേണ്ടി. ഒരു വലിയ ഭാഗം ആൾക്കാര് ഈ ലോകത്തിൽ നിന്ന് ആ സമയത്ത് മാറ്റപ്പെടും.
ഈ പാൻഡമിക് വരുകയും പിന്നെ ഒരു യുദ്ധമാണ് പിന്നെ വരാൻ പോകുന്നത്. അത് നമ്മൾ നോക്കണം. അതിന്റെ 8-ാം വാക്യം. ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. അല്ല, 8-ാം 9. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നവർക്ക് അരുളപ്പാടുണ്ടായി. നോക്ക്, നമ്മൾ 4th സ്റ്റാമ്പിന്റെ അവിടെ നിൽക്കുക, 4th സീലിന്റെ അവിടെ നിൽക്കുക. ഒരു പാൻഡമിക് വരാനായിട്ട് വേൾഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു യുദ്ധം വരാനായിട്ട് പോവാം. ഇതിന്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രീ ട്രിബുലേഷൻ പീരിയഡിന്റെ സമയത്തായിരിക്കും സഭ എടുക്കപ്പെടുന്നത്. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ആന്റി ക്രൈസ്റ്റിന്റെ സമയത്ത് കൊല്ലപ്പെടുന്ന ആൾക്കാരുടെ ഈ 5-ാമത്തെ മുദ്രയിൽ നമ്മൾ കാണുന്നത്, 4-ാമത്തെ മുദ്രയിൽ കാണുന്നത്. ഈ 4-ാമത്തെ മുദ്ര നമ്മൾ കാണുന്ന, 5-ാമത്തെ മുദ്ര നമ്മൾ കാണുന്ന ഈ ചർച്ച് എടുക്കപ്പെടും. ചർച്ച് എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ആന്റി ക്രൈസ്റ്റ് ഈ ആൾക്കാരെ കൊല്ലുന്ന ആ ശേഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു പീരീഡായി 5th സ്റ്റാമ്പിന്റെ സമയം. അതിൽ നമ്മൾ നിൽക്കുന്ന 4th-ലാണ്. 4th-ഉം 5th-ന്റെ ഇടയിലത്തെ ഒരു പീരീഡ്. മീൻസ് വെരി സൂൺ ചർച്ച് എടുക്കപ്പെടാനായിട്ട് പോവാം. 6-ാമത്തെ സീൽ നമ്മൾ നോക്കുന്നുണ്ട്. ആന്റി ക്രൈസ്റ്റിന്റെ സമയത്ത് നടക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. 6-ാമത്തെ വായിക്ക്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഇവിടെ ദൈവം 2ാമത് ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നത്. ഈ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പം അവസാനത്തെ സമയത്ത് ഹർമഗദോന്റെ യുദ്ധത്തിന്റെ സമയമാണ് ഈ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത്. ആ സമയത്ത് ഇവിടെ നടക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നോണ്ട് ആ ഫൈനൽ വാർ നമ്മൾ അവിടെ കാണുന്ന 7-ാമത്തെ യുദ്ധം ചെയ്യുന്ന ഹർമഗദോന്റെ യുദ്ധം. ദൈവത്തിന്റെ പിന്നെ 1000 ആണ്ട് വാഴ്ച അവിടുന്ന് തുടങ്ങുന്നത്. നമ്മള് 7-ാമത്തെ ഭാഗം ഒന്ന് വായിച്ച 7-ാമത്തെ 8-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെ. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ചു ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ. അന്നേരം ആദ്യം നമ്മൾ ഇപ്പം ഒന്ന് റഫായിട്ട് കണ്ടത് ഈ 7 മുദ്ര പൊട്ടിക്കുമ്പം നടന്ന സംഭവങ്ങളാണ്. ഈ നടന്ന സംഭവങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. കൊറോണ കഴിഞ്ഞു, യുദ്ധത്തിന്റെ തുടക്കമായി, ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു, ഒരു വലിയ സെപ്പറേഷൻ റിച്ച് ആൻഡ് പുവറിലേക്ക് ഓരോ കൺട്രിയിലും നടക്കുന്നുണ്ട്. മൊത്തം കൺട്രി യുദ്ധത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക.
ഇപ്പൊ നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഫേസിലാണ് നമ്മൾ ഇതിനെ കാണുന്ന. നമ്മളിപ്പോ നിൽക്കുന്ന 4ാമത്തെ മുദ്ര പൊട്ടിച്ചിരിക്കുന്ന സമയത്താണ്. ഇനി 2 മുദ്ര പൊട്ടിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ സഭ എടുക്കപ്പെടുകയും ചെയ്യും. ആന്റിക്രൈസ്റ്റിന്റെ സമയമാകും. പിന്നെ 7ാമത്തെ മുദ്രയില് ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ്. അന്നേരം നമ്മൾ ഏറ്റവും ലക്കിയ ആൾക്കാരാണ്, ലക്കിയസ്റ്റ് പീപ്പിൾ. ബിക്കോസ് നമ്മുടെ ലൈഫ് ടൈമിലായി ഇത് അൺഫോൾഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. നമ്മൾ എടുക്കപ്പെട്ടാലും ഇന്ന് നമ്മള് കാഹളമോദി നമ്മൾ എടുക്കപ്പെടുവാണെങ്കിൽ 3.5 വർഷം കഴിയുന്നുണ്ടെ നമ്മൾ തിരിച്ചു വരുക. തിരിച്ചു വരുന്നുണ്ടെ നമ്മൾ ഒരു ഇമ്മോർട്ടൽ ബോഡിയുമായിട്ടാണ് വരുന്നത്. അന്നേരം നമ്മുടെ കൂടെ നടന്നത് നമ്മൾ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്ത ആൾക്കാരെല്ലാം ജീവനോടുള്ള സമയമായിരിക്കും. 3 വർഷം കൊണ്ട് വലിയ ആൾക്കാരും മരിച്ചു പോകുമെന്നോ നമ്മുടെ അയലൊക്കെ എല്ലാം വാനിഷ് ആയി പോകുന്നൊന്നും പറയാനൊക്കത്തില്ല. സോ നമ്മൾ ആ പീരീഡിൽ തന്നെ, ആ ലോകം ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് രാജാവിന്റെ കൂടെ നമ്മൾ വാഴുമായിരിക്കും. നമ്മളായിരിക്കും പിന്നെ കൺട്രോൾ. ഇപ്പൊ നമ്മളെ ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, ഇപ്പൊ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യാനായിട്ട് ബാധ്യതരായിരിക്കും. ഹല്ലേലൂയ. കണ്ടീഷൻ ഒന്നാ, നമ്മൾ പ്രിപ്പയർഡ് ആണോ ഇതിനു വേണ്ടി? സഭ ഒരുങ്ങിയിട്ടുണ്ടോ ഇതിനു വേണ്ടി? സഭ ഒരുങ്ങുന്നുണ്ടോ ഇതിനു വേണ്ടി? ഈ ഒരു ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടാകാനായിട്ട് നമ്മളിപ്പം വായിച്ചതിന്റെ കൂട്ടി 7 മുദ്ര പൊട്ടുന്നതിന്റെ 4 മുദ്ര പൊട്ടിക്കഴിഞ്ഞു. ഈ 4 മുദ്ര പൊട്ടിയിരിക്കുന്ന സിറ്റുവേഷനിൽ ലോകത്തിൽ നടക്കുന്ന ചലനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിൽ എന്തോ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എത്ര പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി. നമ്മൾ ഇതിനെ ഒരു സൈഡിലൂടെ വെച്ചിട്ട് ഇനി 7 ട്രംപറ്റ്സ് ഒന്ന് നോക്കാം. 7 ട്രംപറ്റ്സ്. ഇത് പാരലലായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഒറ്റ സമയത്ത് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാ ഈ 2 ഭാഗത്തും കാണുന്നത്. ഈ അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കാം. 6 മുന്നിൽ 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. 1-ാമത്തവൻ ഊതി. അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചുരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. 2-ാമത്തെ ഒന്നൊന്ന് നിർത്തി പോകണം. അന്നേരം നമ്മൾ ഇവിടുത്തെ കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ ചെയ്യുമല്ലോ. ഇവിടെ നമ്മൾ കാണുന്ന ആദ്യത്തെ കാഹളം ഊതുന്നുണ്ട്. എന്തോ അവിടെ നടക്കുന്നത്? തീയും രക്തം തിളന്ന് കൽമഴയും. ഇവിടെ ഫസ്റ്റ് വേൾഡ് വാറിനെയാണ് കാണിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിരിക്കുക. ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ വീണ ബോംബ്സ് ആ തീരെ പറ്റി പറയുന്ന തീ വീഴുന്നതും പിന്നെ ഈ പച്ചപ്പുൽപ്പ് ഇതെല്ലാം നഷ്ടപ്പെടുന്നതും ആ സമയത്ത് ആ വലിയ എൻവയറമെന്റൽ ലോസ്, വേൾഡ് കാണുന്ന എൻവയറമെന്റൽ ലോസ് ഉണ്ടാകുന്ന ഫസ്റ്റ് വേൾഡ് വാറില. ഒരുമിച്ച് ഇത്രയും വലിയ ഭാഗത്ത് എൻവയറമെന്റിൽ ഒരു ഹാമും അതിനു മുമ്പേ വന്നിട്ടില്ല. ഫസ്റ്റ് വേൾഡ് വാറില ഈ സംഭവം നടക്കുന്നത്. 8-ാമത്തെ അധ്യായം വായിച്ച് വാക്യം. 2-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണമുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി, കപ്പലുകളിലും 1/3 ഛേദം വന്നു. ഇത് സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൽ ഈ ന്യൂക്ലിയർ ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് ഈ സമയത്ത് ഒരു 1/3 പോപ്പുലേഷനാ നഷ്ടപ്പെട്ടത്. അതും കടലിൽ ഇത് ബ്ലാസ്റ്റ് ആയിട്ട് വലിയ, നമ്മൾ ആ സമയത്തെ ന്യൂസ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ഷിപ്പ് ആ ഭാഗത്തെ യൂറോപ്യൻ സൈഡിൽ കംപ്ലീറ്റ് ഷിപ്സ് നഷ്ടപ്പെട്ടു പോയതാണ് കാണുന്നത്. അവിടുത്തെ മത്സ്യങ്ങൾ, അവിടുത്തെ ജീവജന്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ടു. ഇത് വേൾഡ് വാർ 2 നടക്കുന്ന സമയമാണ്. 2-ാമത്തെ കാഹളം ഊതുന്നത്. 3-ാമത്തെ കാഹളത്തെ പറ്റി നോക്കാം. 3-ാമത്തെ ദൂതൻ ഊതി.
അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവുകളിന്മേലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ എന്തോ പേര്? കാഞ്ഞിരം. കാഞ്ഞിരം. ഓക്കെ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇത് കാണിക്കുന്ന 1986 യുക്രൈൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ചെർണോബിൾ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കുന്ന കാണുന്ന ഒരു ലീക്ക്. ഈ ചെർണോബിളിനെ ഇംഗ്ലീഷിൽ വേംവുഡ് എന്നാ പറയുന്നത്. വേംവുഡ്. ഈ വേംവുഡിനെ നമ്മള് വേറെ ട്രാൻസ്ലേഷനിൽ നോക്കുന്നുണ്ട്. ഈ മലയാളത്തിൽ ഇപ്പൊ എന്താ പറഞ്ഞത്? കാഞ്ഞിരം. ഈ കാഞ്ഞിരത്തിന്റെ വേർഡാ വരുന്നത് നാഗ്ദോന എന്ന് പറയും. ഹിന്ദിയിലും വരുന്ന നാഗ്ദോന എന്നാ ബൈബിളിൽ എഴുതിയിരിക്കുന്ന നാഗ്ദോന. ഈ നാഗ്ദോന മൊത്തം യൂറോപ്യൻ വാട്ടർ എല്ലാം കുടിക്കാൻ കൊള്ളാതെയായി. പിന്നെ റേഡിയേഷൻ കൊണ്ട് റെയിൻ ഉണ്ടായപ്പോ ആ മൊത്തം ഏരിയ സ്പ്രെഡ് ആയിപ്പോയി. അത് കംപ്ലീറ്റ്ലി വചനപ്രകാരം നടക്കുന്ന ഓരോ അൺഫോൾഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഈ 1986 നടക്കുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ് ചെർണോബിലിന്റെ ലീക്ക് 3ാമത്തെ ട്രംപറ്റ് സൗണ്ട്. അന്നേരം വേൾഡിൽ നടക്കുന്ന ഒരു ആക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. 4ാമത്തെ നോക്കിയേ. 4ാമത്തെ ദൂതനൂതി. അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. ഇവിടെ 1991 ഗൾഫ് വാർ, 1991 നടന്ന ഗൾഫ് വാറിനെ കാണിക്കുന്നത്. അവിടെ ഈ നമ്മുടെ പെട്രോളിന്റെ റിഗിൽ അവർ തീ പിടിപ്പിച്ചായിരുന്നു. മൊത്തം തീ കത്തി മൊത്തം ഇരുട്ടായി ഉള്ള അവസ്ഥ അവിടെ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ആദ്യം ഇറാഖിൽ ബം എറിയാനായിട്ട് പോയ ഫൈറ്റർ ജെറ്റിന്റെ പേര് ഈഗിൾ ആയിരുന്നു. ഫസ്റ്റ് ഫൈറ്റർ ജെറ്റ് വിച്ച് വെന്റ് ഓവർ ഇറാഖ് വാസ് ഈഗിൾ. സോ ഇവിടെ നമ്മൾ നോക്കുന്ന ഓരോ ഭാഗവും നമ്മൾ വായിക്കുവാണെങ്കിൽ ഇത് നമ്മളുടെ ലോകത്തിൽ ആ കറക്റ്റ് സമയത്ത് അതുപോലെ നടന്നിരിക്കുന്ന അൺഫോൾഡ് ചെയ്തിരിക്കുന്ന മിസ്റ്ററീസ് ആണ് നമ്മൾ മനസ്സിലാകാതെ കിടക്കുന്നത്. പക്ഷേ ഓരോ സമയത്തും ഓരോ കാഹളം ഊതിക്കൊണ്ടിരിക്കുക. അന്നേരം നമ്മൾ ഇവിടെ ഒരു ചലനം മനസ്സിലാക്കുന്നത്. ബോംബ് ചെയ്ത് ഫസ്റ്റ് ഈഗിളാ പോയ കിടത്തിയത്. അതെനിക്കറിയത്തില്ല. സോ കിടത്തി എനിക്കറിയത്തില്ല. പക്ഷേ ദിസ് ഇസ് ദർ. സോ ഇതെല്ലാം നമ്മൾ ഓർക്കും ഇതെല്ലാം ആക്സിഡന്റലി ആയിരിക്കും നടക്കുന്നത്. പക്ഷേ ദിസ് ഇസ് ഓൾ റിട്ടൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അൺഫോൾഡ് ചെയ്യുന്ന നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. നമ്മൾക്ക് വിശ്വസിക്കാൻ എന്തെങ്കിലും കുറവുണ്ടോ? ഇനിയും വരുന്ന കാഹളങ്ങൾ അൺഫോൾഡ് ചെയ്യാതെയാണോ ഇവിടെ എന്തെങ്കിലും നടക്കാതിരിക്കും? നടക്കും. ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഇവിടെ ദൈവത്തിന്റെ വരവ് അതുപോലെ അടുത്തിരിക്കുക. 5ാമത്തെ കാഹളം ഊതുന്നുണ്ട്. 5ാമത്തെ ദൂതനൂതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തുനിന്ന് ഭൂമിയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരും ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ഇത് വരാൻ പോകുന്ന പാൻഡമിക്കിനെ പറ്റിയാ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ വായിച്ചു, നമ്മൾ സീൽസ് തുറക്കുന്നുണ്ട്, 5th സീൽ തുറക്കുന്നുണ്ട്, പാൻഡമിക് വരാനായിട്ട് പോകുന്നത്. ഇവിടെ 5th ട്രംപറ്റ് സൗണ്ട് ചെയ്യുന്നുണ്ട്, ഒരു പാൻഡമിക് വരാൻ പോകുന്നതിനെ പറ്റി കാണിക്കുന്നത്. പക്ഷേ ഇതിന്റെ അകത്ത് വേറെ ഒരു ഭാഗം കാണിക്കുന്നത്
നമ്മൾ ഇവിടെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുന്ന ഒരു വെട്ടിക്കിളിയുടെ കാര്യം കാണുന്നുണ്ട്. അതൊന്ന് വായിച്ച 3 മുതൽ. സൂര്യനും ആകാശവും ഭൂമിയും ഇരുണ്ടുപോയി, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ചില ഇന്റർപ്രിട്ടേഷൻ പറയുന്നത് ഇതൊരു ബയോളജിക്കൽ പാൻഡമിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. അതിനെപ്പറ്റി അത് ചർച്ച ചെയ്യുന്നത്. അവിടെ ഒരു ബയോളജിക്കൽ വാർഫെയർ ഉണ്ടാകും. ആ ബയോളജിക്കൽ വാർഫെയറിൽ ഉണ്ടാകുന്ന ഭാഗമാ അതിൻ്റെ അകത്ത് കാണിക്കുന്നതെന്ന് പറയുന്നു. ചില ഇന്റർപ്രിട്ടേഷനിൽ പറയുന്നത് ഇതിനെ ഹെലികോപ്റ്റർ കാണിക്കുന്നത്. ബിക്കോസ് അവിടെ എഴുതിയിട്ടുണ്ട് രഥത്തിന്റെ അതിന്റെ ചിറകിൽ രഥത്തിന്റെ ശബ്ദം ഉണ്ട്. അവിടെ അതിന്റെ 9-ാമത്തെ വാക്യത്തില് അത് ഇരുമ്പ് കൊണ്ടുള്ള 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇരുമ്പ് കവചം പോലെ കവചമുണ്ടെന്ന്. ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയായിരുന്നു. ഇത് വായിക്കുന്നുണ്ട് ചില കമന്ററി ബൈബിൾ സ്കോളേഴ്സ് എഴുതുന്ന ഈ ടൈമിൽ ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഡ്രോൺ ഇപ്പൊ നമ്മൾ കാണുന്നതിന്റെ കൂട്ട് അറിയത്തില്ല. ഇതായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്, ഇതായിരിക്കും വരാൻ പോകുന്നത്, ഇതുകൊണ്ടായിരിക്കും ഒരു അറ്റാക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതാ അതിന്റെ രഥം, പിന്നെ അതിന്റെ മുഖം മനുഷ്യന്റെ കൂട്ടുള്ളതായിരിക്കും. അത് കോക്പിറ്റിനെയാ കാണിക്കുന്നത്. കോക്പിറ്റിൽ മനുഷ്യന്റെ മുഖം കാണുന്നത്. ബിക്കോസ് ആ സമയത്ത് ഈ വെളിപ്പാട് കിട്ടുന്ന സമയത്ത് ഹെലികോപ്റ്റർ ഒന്നും ചിന്തിക്കാനൊക്കത്തില്ല. അന്നേരം ഹെലികോപ്റ്ററിനെ നോക്കുന്നുണ്ടെ ഒരു വെട്ടിക്കിളിയുടെ കൂട്ടിരിക്കുന്നു. അന്നേരം അത് പറഞ്ഞ വെട്ടിക്കിളി ഇങ്ങനത്തെ ഒരു വെട്ടിക്കിളി, ഇരുമ്പ് കവചമുള്ള ഒരു വെട്ടിക്കിളി, മനുഷ്യ മുഖമുള്ള വെട്ടിക്കിളി എന്നൊക്കെ പറയുന്നത്. ബിക്കോസ് അത് കോക്പിറ്റിന്റെ അകത്ത് മനുഷ്യനിരുന്ന് ഓടിക്കുന്ന ആ വ്യൂ ലഭിച്ചേ. അന്നേരം ഈ പല ഇന്റർപ്രിട്ടേഷൻ ഇതിനകത്തുണ്ട്. അന്നേരം ഇത് ഏത് രീതിയിലായാലും ദൈവസഭ മനസ്സിലാക്കേണ്ടിയേ ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ദൈവസഭ മനസ്സിലാക്കേണ്ടിയത് നമ്മൾ വളരെ അടുത്തിരിക്കുക. 5-ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നത്. എനി മോമെന്റ് 5-ാമത്തെ കാഹളം ഊതും. നമ്മൾ മനസ്സിലാക്കേണ്ടിയ, സഭ മനസ്സിലാക്കേണ്ടിയ, വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാഹളങ്ങൾ ഊതുന്ന നമ്മൾ ഇത്രയും നാളും പല പ്രാവശ്യം പലരും നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നുണ്ട്. ആൾക്കാർ സഭയിൽ ചർച്ചസ് പാസ്റ്റേഴ്സ് വരെ ചിന്തിക്കുന്നത് യേശു വരുന്നുണ്ട് ആ കാഹളം ഊതുന്നത്. ആ ഒരു കാഹളമേ മാത്രം നമുക്ക് അറിയത്തുള്ളൂ. ആ സമയത്ത് പിന്നെ അതിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ കാഹളം ഊതിക്കൊണ്ടിരിക്കുക, ഓരോ കാര്യം അൺഫോൾഡ് ആയിക്കൊണ്ടിരിക്കുക. ആ അൺഫോൾഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റെഡിയാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ തന്നെ ചോദന ചെയ്യേണ്ട കാര്യമാണ്. ബിക്കോസ് നമ്മൾ ആ ലാസ്റ്റ് സ്റ്റേജില് എനി ടൈം എനി ഡേ നമ്മൾ കേൾക്കാനൊക്കെ ഈ കൊറോണ വന്നതിന്റെ കൂട്ട് അവിടെ ഇവിടെയും ആൾക്കാരെ വീഴുന്നു, ഫ്ലൈറ്റ് സ്റ്റോപ്പായി, ഇങ്ങനെ സ്റ്റോപ്പായി, എല്ലാം നമുക്ക് കേൾക്കാൻ. ഇതെല്ലാത്തിന് അധികം സമയം എടുക്കത്തില്ല. നോക്കി നിൽക്കുന്ന നേരത്തായിരിക്കും. അങ്ങനെ ആണെങ്കിൽ ദൈവത്തിന്റെ വരവും അതുപോലെ ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഇനി മുന്നിലോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് 9-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നോക്കണം. 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണ പീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട് യൂഫ്രട്ടോസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ സഭ എടുക്കപ്പെടുന്ന ഒരു ഭാഗമാണ്. ഇവിടെ കെമിക്കൽ വാർഫെയർസ് ഉണ്ടാകാനുള്ള സഭ എടുക്കപ്പെട്ട് കഴിയുന്നുണ്ട്. ലോകത്ത് നടക്കുന്ന കെമിക്കൽ വാർഫെയർസ്, 3rd വേൾഡ് വാർ നമ്മൾ പറയുന്നുണ്ട്. ചർച്ച ലോകം റെഡിയായിക്കൊണ്ടിരിക്കുക. ഈ 3rd വേൾഡ് വാർ നടക്കുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. 14-15 വാക്യങ്ങൾ കാണാം. വായിക്കാം. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങി
10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവനെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചം ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാൽ അത്രേ കേട് വരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾക്കാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഇവിടെ നമ്മൾ നോക്കുന്നേ ഇത്രയും സംഭവങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇത്രയും പേര് മരിക്കുന്നു, വലിയ വേൾഡ് വാർ ഉണ്ടാകുന്നു, എല്ലാം നടക്കുന്ന സമയത്തും ഈ കെമിക്കൽ വാർഫെയർ ഇവിടെ നടക്കുന്നത്. ഈ കെമിക്കൽ വാർഫെയർ നടക്കുന്ന സമയത്തും മനുഷ്യർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ല. ബിക്കോസ് എന്താണെന്നറിയാമോ, സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും തെറ്റും ശരിയും പറയാനായിട്ടില്ല. ഹോളി സ്പിരിറ്റ് ഇല്ല. ഒരു കൺവിക്ഷൻ വരുത്താനായിട്ട് ഒക്കെ നീ തെറ്റാ ചെയ്ത് ഒക്കെ നമുക്ക് കൺഫെഷൻ ചെയ്യണം, നമുക്ക് ക്ഷമ ചോദിക്കണം, ദൈവസന്നിധിയിൽ തിരിച്ചു മടങ്ങി വരണം. ഇത് നടക്കത്തില്ല. ബിക്കോസ് അത് ദൈവത്തിനോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവ് എടുക്കപ്പെട്ടു കഴിഞ്ഞു. സഭ ഇനിയും ഇല്ല ഇവിടെ. അതുകൊണ്ട് നമ്മൾ താഴോട്ട് വായിക്കുന്ന ഇവര് ദൈവത്തിനെ വരെ കുറ്റം പറയുക, അല്ലാതെ അവരുടെ മിസ്റ്റേക്സ് കാണുവോ അവരിൽ ഒരു ക്ഷമയ്ക്ക് വേണ്ടി അവർ റെഡിയാകുകയോ ചെയ്യുന്നില്ല. ആ പീരിയഡ് വെൻ ആന്റി ക്രൈസ്റ്റ് ഇസ് റൂളിംഗ്. 7ാമത്തെ കാഹളം എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തിലേക്ക് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഉണ്ടായിരുന്നു. 7th കാഹളം. നമ്മൾ ഇവിടെ നോക്കണം. സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നുണ്ടെ അതൊരു 2 ഫേസിലാണ് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നുണ്ടെ അത് മധ്യാകാശത്തിലുള്ള ഒരു ലോകം കാണുന്നില്ല, ദൈവസഭ മാത്രം കാണുന്ന ഒരു ഭാഗമാണ്. ഈ 3.5 വർഷം ദൈവസഭയെ ട്രെയിൻ ചെയ്യുകയും ഗിഫ്റ്റ് കൊടുക്കുകയും അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന സമയമാണ് ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി. ഈ 3.5 വർഷം ഇവിടെ ആന്റിക്രൈസ്റ്റ് നടക്കുന്ന സമയത്താണ് ഇവിടെ ഈ വേൾഡ് വാർ 3 ഒക്കെ നടക്കുന്നത്, കെമിക്കൽ വാർഫെയർ ഉണ്ടാക്കുന്ന എല്ലാം സഭയില്ല ഇവിടെ. അത് കഴിഞ്ഞിട്ടാ 7ാമത്തെ കാഹളം മുതലാണ്. അതിന്റെ 15ാമത്തെ വാക്യം മുതൽ വായിച്ചേ. ഉടനെ മനുഷ്യരിൽ 1/3 11ന്റെ റെവലേഷൻ. ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണു ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലവും വന്നു. ഈ സമയത്ത് ദൈവം ഇറങ്ങി സെക്കൻഡ് റൂളിന് വേണ്ടി വരുന്നത്. ലോകത്തിൽ നമ്മൾ നോക്കുന്നുണ്ട് ഭയങ്കര ഭൂകമ്പം, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ദൈവം ഇറങ്ങി ദൈവസഭയെ, ദൈവത്തിന്റെ ആൾക്കാരെ യെരൂശലേമിന് വേണ്ടി നിൽക്കുന്നതും യുദ്ധം ചെയ്യാൻ പോകുന്നതും ആ സമയത്ത്. അന്നേരം നമ്മളും ദൈവത്തിന്റെ കൂടെ ഇറങ്ങി വരും. ഏറ്റവും വലിയ കാര്യം അവിടെ നടക്കുന്നത് നമ്മൾ ആരും യുദ്ധം ചെയ്യത്തില്ല, യേശുവും യുദ്ധം ചെയ്യത്തില്ല. He will only proclaim. He will only proclaim. അന്നേരം അവിടെ വാക്കാൽ അവിടെ ഭയങ്കര യുദ്ധം നടക്കും. അവർ അന്യോന്യം മരിക്കുകയായിരിക്കും, കൊല്ലുകയായിരിക്കും ചെയ്യുന്നത്. അത് നമ്മൾ വായിക്കുന്ന അതിന്റെ വേറെ ഭാഗമാണ്. ഒത്തിരി ലെങ്ത് വരെ ബ്ലഡ് ഫ്ലോ ആകും, ആൾക്കാരെല്ലാം മരിക്കും. പിന്നെ ദൈവം പക്ഷികളെയും ജീവികളെയും വിളിക്കും ഈ രക്തം ക്ലീൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് മൊത്തം വേൾഡ് വെജിറ്റേറിയൻ ആകും. പിന്നെ 1000 ആണ്ട് വാഴ്ച, നമ്മൾ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവത്തിന്റെ കൂടെ നമ്മൾ വാഴുന്നത്.
Revelation chapter 15, verse 5 to 8. ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. സോ ഈ ഓരോ കാണുന്ന ഭാഗങ്ങൾ ഫിനിഷ് ആകാതെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ കയറുന്നില്ല. ദൈവസന്നിധിയിലോട്ട് വരണമെങ്കിൽ ഈ 1000 ആണ്ടിലത്തെ വാഴ്ച നമ്മൾ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ 60-70 ഇയേഴ്സ് ഉള്ള ഈ ലോകത്തെ ട്രെയിനിങ്, ഇതിനകത്തുനിന്ന് സെലക്റ്റഡ് ആയിട്ട് നമ്മൾ ജയം പ്രാപിക്കുന്ന ആൾക്കാര് കാഹളം ഊതുന്നൊന്നെ നമ്മൾ ഒരു ട്രാൻസ്ഫിഗറേഷൻ ആയിട്ട് നമ്മൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നു. പിന്നെ ഒരു 1000 ആണ്ട് വാഴ്ച. ഈ 1000 ആണ്ട് വാഴ്ച ഈസ് 1000 years ഓഫ് ട്രെയിനിങ് പീരിയഡ് ഫോർ ഇറ്റേർണിറ്റി. ഇറ്റേർണിറ്റി ദൈവത്തിന്റെ കൂടെ വാഴാനായിട്ടുള്ള ട്രെയിനിങ് പീരിയഡ് 1000 years. 60-70 years നമുക്ക് ഇവിടെ കിട്ടുന്ന സെലക്ഷൻ പീരിയഡാണ്. നമ്മൾ ജയം പ്രാപിച്ചാൽ നമുക്ക് ഇതിന്റെ അകത്ത് പങ്കാളിയാകാം. നമ്മൾ ഈ 60-70 years നമ്മൾ നമ്മളെ തന്നെ ഫൈൻ ട്യൂൺ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നോണ്ട് നമ്മൾ ദൈവത്തിന്റെ വാക്യം പറയുന്നത് നമ്മൾ ജയം പ്രാപിച്ച ഒരാളാണെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ജയം പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ജയം പ്രാപിക്കേണ്ടത്, ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇരുന്ന് കണക്ക് കൂട്ടും, എവിടൊക്കെ പൈസ കൊടുക്കാനായിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാനായിട്ടുണ്ട്, എന്തൊക്കെ ബാധ്യതയുണ്ട്, എപ്പോഴാണ് നമ്മുടെ ബിൽ പേ ചെയ്യേണ്ടത്, എല്ലാം നമ്മൾ ഒരു റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അത് ടൈം അനുസരിച്ച് കൊടുത്തിട്ടുണ്ടോ, നമ്മുടെ ബാങ്കിൽ നിന്ന് പോയിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. നമ്മളുടെ ജീവിതം ദൈവസന്നിധിയിൽ ജയം പ്രാപിച്ചിട്ടുണ്ടോ, ഏത് ഏരിയാസിൽ നമ്മൾ ജയം പ്രാപിച്ചിട്ടുണ്ടോ, ഏത് ഏരിയയിൽ നമ്മൾ ജയം പ്രാപിച്ചിട്ടില്ല, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? നമ്മൾ അതിനുവേണ്ടി എന്തോ വർക്ക് ചെയ്യുന്ന, എന്തോ നമ്മൾ ബന്ധപ്പെടുന്ന, ഇതിന്റെ അകത്തുനിന്ന് ദൈവമേ എനിക്ക് ഒരു ദിവസം നാളെ തന്നാൽ ഞാൻ ഇതിന്റെ അകത്തുനിന്ന് ജയം പ്രാപിക്കാനായിരിക്കും. I will take this action plan to win over that problem. നമ്മൾ എപ്പോഴെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഏത് ആക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വീക്കായി കിടക്കുന്ന ഒരു ഭാഗത്ത് ജയം പ്രാപിക്കാനായിട്ട് ഒരുക്കം എന്തോ? ചർച്ചിൽ വന്നിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വചനം കേട്ടിട്ട് പോകുന്നതാണോ ഒരുക്കം, അതോ നമ്മളിൽ തന്നെ നമ്മളൊന്ന് ക്രിയ ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണോ, അതോ നമ്മളെ തന്നെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നതാണോ ജയം പ്രാപിക്കാനായിട്ട്? അതിനുവേണ്ടി നമ്മൾ ഏത് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത്? ഈ 60 years to 70 years ടൈമാ നമ്മൾ ജയം മാത്രമല്ല പ്രാപിക്കുന്നത്, നമ്മളുടെ തന്നെ മഹത്വത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ സ്വർഗരാജ്യത്തിൽ കയറുന്നോണ്ടേ മഹത്വത്തിന് വ്യത്യാസം കാണും. പ്രകാശത്തിന് നമ്മളിൽ എന്റെ പ്രകാശമായിരിക്കത്തില്ല വേറൊരാളുടെ പ്രകാശമായിരിക്കത്തില്ല വേറൊരാൾ. അത് നമ്മളുടെ ഈ ജീവിതത്തിലെ ഫൈൻ ട്യൂണിങ് അനുസരിച്ചിരിക്കും. നമ്മൾ എത്രമാത്രം നമ്മളെ തന്നെ ലൗകികപരമായിട്ട് മരിപ്പിക്കാനായിട്ട് ശ്രമിച്ചോ, ക്രിസ്തുവിൽ ജീവിക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോ, കഷ്ടം സഹിച്ചാലും ദുഃഖം സഹിച്ചാലും വചനപ്രകാരമല്ലാതെ വചനം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ആൾക്കാർ നമ്മളെ എന്തും വിളിച്ചോട്ടെ, ആൾക്കാർ നമ്മളെ പ്രാന്തെന്ന് പറഞ്ഞോട്ടെ, പേടിച്ചു എന്ന് പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ അതിനകത്തുനിന്ന് ചേഞ്ച് ആകത്തില്ല. നമ്മൾ ദൈവവചന പ്രകാരം നടക്കാനായിട്ട് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രിപ്പറേഷനില നമ്മുടെ മഹത്വം തേജസ്വീകരിക്കുന്നത്. ഞാൻ ചില സമയത്ത് ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, ഏതൊക്കെ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ 0 ആക്കും, അന്നേരം നമ്പർ 1 ക്രൈസ്റ്റ് നമ്മുടെ അടുത്ത് വന്നിരിക്കും. നെക്സ്റ്റ് ടൈം യു മേക്ക് 0, ഫസ്റ്റ് ടൈം യു മേക്ക് 0, you became 10 because the number 1 Christ is with you and then 0 is 10.
Next time when you make yourself 0, you are 100. Other time, your valuation is increasing. All the time when you crush yourself down, your valuation increases in Christ. Amen. Hallelujah. So how many times you are crushing yourself? കാണിക്കാനായിട്ടല്ല, വേറെ ഒരാളെ ബോധ്യപ്പെടുത്താനായിട്ടല്ല, എന്നെ തന്നെ തേജസ്കരിക്കാനായിട്ട്, എന്നെ തന്നെ ക്രിസ്തുവോളം വളരാനായിട്ട് ഞാൻ ക്രഷ് ചെയ്യാനായിട്ട് ഞാൻ റെഡിയാകും. ഇതാ ഇതിന്റെ കീ. നമ്മള് ഓരോ ഭാഗവും നമ്മൾ ശ്രദ്ധിക്കുന്ന ലോകത്തിൽ ഇതുപോലെ ഓരോ കാഹളം മുതുന്ന ഓരോ സീല് പൊട്ടിക്കുന്ന ലോകം ചലിച്ചുകൊണ്ടിരിക്കുക. ലോകം അതനുസരിച്ചാ മൂവ് ചെയ്യുന്നത്. അതിന്റെ ഒരു വേറെ രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. സീൻ വേൾഡിൽ നടക്കുന്ന ഓരോ ആക്ഷനും അൺസീൻ വേൾഡിൽ നടക്കുന്നതിന്റെ റിഫ്ലക്ഷനാണ്. Are you getting me? ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്നതിന്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ സീൻ വേൾഡിൽ നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു ഭാഗം ഞാൻ പറയാം. സീൻ വേൾഡിൽ കൊളോസ്യൻസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സീൻ വേൾഡിൽ ലോകത്തിന്റെ മുന്നിൽ ക്രിസ്തു മരിച്ചു. ക്രിസ്തു മരിച്ചു. ആൾക്കാരും ശിഷ്യന്മാരെല്ലാം പിന്നെ മീനെ പിടിക്കാൻ പോയി. സാത്താൻ ജയിച്ചെന്ന് ലോകം മൊത്തമല്ല ഹെവൻലി റെലംസിലും ചെന്നിട്ട് പറഞ്ഞു, ഇതേ പ്രമാണം എല്ലാ ആൾക്കാരും എന്റെ കയ്യിലായിരിക്കുന്നത്. ഈ ആത്മീയ മണ്ഡലത്തിൽ കൊളോസ്യൻസിൽ വായിക്കുന്ന അതിനകത്ത് വളരെ ക്ലിയറാ, യേശു അത് പിടിച്ചു മേടിച്ചിട്ട് ക്രോസിൽ അതിനെ നെയിൽ ചെയ്യുക. ആ പാവമല്ല, ഇപ്പൊ റെജിയുടെ പാവമല്ല ഇങ്ങനെ എഴുതിയിരിക്കുക, ക്രോസിൽ നെയ്തിട്ട് യേശുവിന്റെ രക്തത്താൽ അതിനെ കടിക്കും. പിതാവ് മേളിൽ നിന്ന് നോക്കുന്നുണ്ടെ ഓൺലി ബ്ലഡ് ഓഫ് ജീസസ് ആ കാണുന്നത്. ഹല്ലേലൂയ. എന്റെ പാപം ഒന്നും കാണുന്നില്ല. ഐ ആം എ ഫ്രീ മാൻ. സാത്താന് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് അവിടെ ആ സാത്താന്റെ അധികാരങ്ങളെല്ലാം പിടിച്ചു മേടിക്കുന്നതും അതിനെ ട്രാംപ് ചെയ്യുന്നത് എവിടാ? ലോകം കാണുന്നത് എന്തുവാ? ക്രൂശിൽ തടയ്ക്കപ്പെടുക. ഇവിടെ ഒരു യുദ്ധം നടക്കുക. അധികാരമെല്ലാം പിടിച്ചു മേടിക്കുന്നു. ഒന്നുമില്ലാതെ സാത്താനെ ആക്കി സാത്താന്റെ തലയിൽ കയറി തുള്ളിച്ചാടുക. He is triumphing over it. എന്നിട്ട് അവിടുന്ന് എണ്ണിച്ചു വരുന്ന മരണത്തിന് ജയാളിയായിട്ട് കയറി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ ആ കാരണമാ നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നത്. നമ്മൾ പാപക്ഷമ നമ്മളിൽ നടന്നിരിക്കുന്നത്. ആ കാരണമാ നമ്മൾ മോചിതരായിരിക്കുന്നത്. ആ കാരണമാ നമ്മൾക്കൊരു പ്രത്യാശയുള്ള ഈ ക്രിസ്തുവിനോട് നമ്മൾ വളരാനായിട്ട്, ഈ ക്രിസ്തുവിനോട് വളരാനായിട്ട് നമ്മൾ പ്രത്യാശ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കാനായിട്ട് റെഡിയാകേണ്ടി. നമ്മൾ ഏതൊരു സമയത്ത് നമ്മൾ മരിക്കുന്നു, നമ്മൾ വിട്ടുകൊടുക്കുന്നു, നമ്മൾ ക്ഷമിച്ചു കളയുന്നു, നമ്മൾ മാനസാന്തരപ്പെടുന്നു, നമ്മളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ പ്രയാസങ്ങൾ എല്ലാം എടുത്തു കളയാനായിട്ട് റെഡിയാകുന്നു, അത്രയും ഭാഗം ആൾക്കാർ പറയും പൊട്ടിയ വിവരമില്ല, ഇത്രയും വലിയ മണ്ടത്തരം കാണിക്കുമോ, ഇത്രയും അനുഭവിച്ച പോരായോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? പക്ഷെ താഴ്ന്നു കൊടുക്കാനായിട്ട് റെഡിയാകുന്നതാണ് നമ്മൾ തേജസ്കരിക്കുന്നത്. നമ്മൾ തേജസ്കരിക്കുന്നത് ക്രിസ്തുവോളം വളരാനായിട്ട്. നമ്മളുടെ ടാർഗറ്റ് ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല, നമ്മൾ ശ്രമിക്കാറില്ല ക്രിസ്തുവോളം വളരാനായിട്ട്. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം എ പാസ്റ്റർ, ഐ എം എ ഗുഡ് മാൻ. പക്ഷേ നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല ക്രിസ്തുവോളം വളരാനായിട്ട്. നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട്, ക്ഷമിക്കാനായിട്ട്, മരിക്കാനായിട്ട്, സീറോ ആകാനായിട്ട് നമ്മൾ റെഡിയാകുന്നില്ല. നമ്മൾ പിടിച്ചു വെച്ചിരിക്കുക. ഇവിടെ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ തേജസ്കരിക്കപ്പെടുന്നു. ഇതാ ഒരു ബൈബിൾ സ്കോളർ പറയുന്നത്, സ്വർഗത്തിൽ ഇപ്പൊ ചെല്ലുന്നുണ്ട്, നമ്മൾ വലിയ വണ്ടി 16 വീലുള്ള വണ്ടിയൊക്കെ പോകുന്ന കണ്ടിട്ടില്ല, അതിന് ഭയങ്കര ലൈറ്റാണ്. അതിന്റെ ഇടയിൽ ഒരു മാരുതി 800 വന്നാൽ
അത് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ 16 ടയറുള്ള വണ്ടി ഒന്ന് ഡിം അടിച്ചു കൊടുത്താൽ ഇത് പോകത്തുള്ളൂ. ബിക്കോസ് ആ പ്രകാശത്തിൽ ഇത് അങ്ങോട്ട് കയറാനോ പറ്റില്ല. അതുപോലെ ആയിരിക്കും തേജസ്കരിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ തേജസ്സും എങ്ങനെങ്കിലും വീണും മറിഞ്ഞും ഉരുണ്ടും സ്വർഗത്തിൽ കയറുന്ന ആൾക്കാരുടെ തേജസ്സും. ബിക്കോസ് അവർക്ക് പോണെങ്കിൽ അവരിങ്ങനെ പമ്മി ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ പറയട്ടെ, എന്റെ ഒരു ആശയം ഞാൻ പറയാം. സ്വർഗത്തിൽ നിൽക്കുന്നുണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് പോകുന്നതും വരുന്നതും കാണാനൊക്കത്തുള്ളൂ നമ്മൾ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ. ബിക്കോസ് നമ്മൾക്ക് ഇന്നർ സർക്കിളിൽ ഇൻവോൾവ് ആകാൻ ഒക്കത്തില്ല. ബിക്കോസ് ആ തേജസ് നമ്മൾ നിൽക്കാനൊക്കത്തില്ല. നമ്മൾ വെളിയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. സ്വർഗരാജ്യത്തിൽ ഭരിക്കാനാ വിളിച്ചിരിക്കുന്നേ, ഭരിക്കാനാ, കൂടെ നടക്കാനാ, കൂടെ നിൽക്കാനാ. കൂടെ നിൽക്കണമെങ്കിൽ ആ തേജസ് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണ്ടായിരുന്നു. ആ പവറിൽ അല്ലാത്ത ഒരു ഇപ്പൊ 220 110 220 പിക്കെന്ന് പറഞ്ഞാൽ അടിച്ചു പോകത്തില്ല. നമ്മൾ അടിച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും അത് ശരിയാക്കണ്ടേ? ഈ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ക്രമപ്പെടുത്തണ്ടേ? ഈ സമയത്ത് നമ്മുടെ എല്ലാ ഈഗോസിനെ എടുത്ത് കളഞ്ഞിട്ട്, നമ്മുടെ വേദനകളെ എടുത്ത് കളഞ്ഞിട്ട്, ലോർഡ് ഐ ആം റെഡി ടു ബി ക്രഷ്. ഞാനൊരു ദേവദാസിനെ വിളിച്ചു നാട്ടിൽ. എന്തുകൊണ്ട് പാസ്റ്റർ, എന്തുകൊണ്ട് വിശേഷം? ആ പാസ്റ്ററെ, ചതഞ്ഞ് ജീവിക്കുക. ഞാൻ ഈ സൗണ്ട് ഇങ്ങനെ പറഞ്ഞ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ ഒത്തിരി ചിരിച്ചു. പക്ഷെ ചിരിച്ചെങ്കിലും ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു, എന്ത് കറക്റ്റാ പുള്ളി പറഞ്ഞു. ചതഞ്ഞ് ജീവിക്കുക. ബിക്കോസ് ഓരോ സമയം പുള്ളിക്കാരനെ ക്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഒടുവുണ്ടാകും, ഒരു ചതച്ചിലുണ്ടാകും. പക്ഷെങ്കിലും ജീവിക്കുക പ്രത്യാശയിൽ. ഞാൻ എത്ര ചതഞ്ഞാലും ദൈവസന്നിധിയിൽ ഞാൻ വളരുക. നമ്മൾ ആരും ചതയാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഒരു പ്രാവശ്യം ഒന്ന് മോശമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ആ സൈഡേ നമ്മൾ നോക്കത്തില്ല. ശരിയല്ലേ? നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. അയാളെ ഒരു മാനവുമില്ല, അയാളെ നമ്മളെ നോക്കത്തുമില്ല, നമ്മളെ വിളിക്കത്തുമില്ല, ചോദിക്കത്തില്ല. പക്ഷെ നമ്മളെ ദ്രോഹം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കാനായിട്ട്, നമ്മുടെ സ്നേഹത്തിൽ അവർ സ്നേഹം മനസ്സിലാക്കാനായിട്ട്, ഈ പകർച്ച, തേജസ്സിന്റെ പകർച്ച, അഭിഷേകത്തിന്റെ പകർച്ച കൊണ്ടു നടക്കാനായിട്ട് ഒരാൾ നഷ്ടപ്പെടരുത്. ദൈവം നമ്മുടെ സന്നിധിയിൽ കൊണ്ടുവന്ന ആൾക്കാർ ദൈവത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. ഈ ഒരു ചുമതല ബോധത്തോടെ ജീവിക്കുന്ന എത്ര പേരുണ്ടാവും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സഭയിൽ നമ്മൾ പോയിക്കോട്ടെ, അത് വിഷയമല്ല. സഭയല്ല ഇവിടുത്തെ വിഷയം, നമ്മളാ വിഷയം. നമ്മൾ ചിന്തിക്കുന്ന ആ സഭയിൽ പോകുന്ന ആൾക്കാർ ശരിയല്ല, ഈ സഭയിൽ പോകുന്ന ആൾക്കാർ ശരിയല്ല. അല്ല, ഞങ്ങളെ ശരിയുള്ളൂ. സഭ മെറ്റീരിയലേ അല്ല, നമ്മളാ മെറ്റീരിയൽ. നമ്മളാ മെറ്റീരിയൽ. പലരും പറയും, ഞാൻ നാട്ടിൽ ചെല്ലുന്നതുകൊണ്ട് ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, മീറ്റിംഗ് ഒക്കെ എല്ലാം പ്ലാൻ ചെയ്യും. അന്നേരം ആ പാസ്റ്ററോട് ചോദിക്കണം, പെന്തിക്കോസ്റ്റ് ആണോ? പെന്തിക്കോസ് ആണെങ്കിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. പെന്തിക്കോസ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. പെന്തിക്കോസ് വേർഡിലല്ല കാര്യം, ജീവിതമായിരിക്കണം. ഇതൊരു അനുഭവമാണ്, ഇതൊരു ട്രെയിനിങ് പീരീഡ് അല്ല, ഇതൊരു സ്ട്രാറ്റജി ഓർ അണ്ടർസ്റ്റാൻഡിങ് അല്ല, ഇതൊരു ലൈഫാണ്. ലൈഫ് സ്റ്റൈൽ. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്, പെന്തിക്കോസ്റ്റൽ ലൈഫ് സ്റ്റൈൽ. അത് നമ്മൾ മർത്തോമായാലോ ജാക്കോബായാലോ ഏതിൻ്റെ അകത്താണെങ്കിലും അതൊന്നും ഇഷ്യൂ അല്ല. പക്ഷെ ഈ ലൈഫ് സ്റ്റൈൽ ദൈവത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മളെ തന്നെ നോക്കത്തില്ല. ഇതെല്ലാം പൊട്ടിച്ച് നമ്മൾ വെളി വരും. ബിക്കോസ് നമ്മൾ ആ ആത്മാവിൽ നടക്കാൻ തുടങ്ങും. പല പ്രാവശ്യം പല സ്ഥലത്ത് ഞാൻ പോകുന്നുണ്ട്, എന്നോട് ചോദിക്കുന്ന ഒരു വിഷയമാണ്, ഏത് ചർച്ച എന്താ? ഞങ്ങളുടെ ചർച്ചന്റെ പേര് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈശോആലയം എന്നാണ്. ദൈവത്തിന്റെ സഭ, വേറെ ഒന്നുമില്ല. പെന്തിക്കോസ്റ്റ് ആണോ? അനുഭവം പെന്തിക്കോസ്റ്റ് ആണെന്ന് പറയും. നോട്ട് പ്രീച്ചിങ്, നോട്ട് ഓൺലി പ്രീച്ചിങ്, ബട്ട് യുവർ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഒരുങ്ങാൻ ഒക്കത്തുള്ളൂ സഭയ്ക്ക്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം.
നമ്മൾ ലൈഫ് സ്റ്റൈൽ ക്രിസ്തുവിലല്ലെങ്കിൽ, വചനപ്രകാരമുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, ഏത് സഭയെ പോയിട്ടോ, ഏത് ചർച്ചിന്റെ വലിയ പ്രാസംഗികനായിക്കോട്ടെ, വലിയ ഹീലർ ആയിക്കോട്ടെ, വലിയ പ്രൊഫസി ചെയ്യുന്ന ആളായിക്കോട്ടെ, കാഹളം ധ്വനിക്കത്തില്ല ഈ ചെവിയിൽ. ഒരു പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല നമ്മൾ എന്ത് ചെയ്താലും. അന്ന് പറയും, ഞാൻ അവരെ മരിച്ചവരെ എണ്ണിപ്പിച്ച, അത്രയും പ്രൊഫസി ചെയ്ത, അത്രയും ഹീലിംഗ് ചെയ്ത, ഞാൻ നിന്നെ അറിയാം. നമ്മൾ ഇവിടെ ചാകാനായിട്ട് റെഡിയാകുന്നു. ഞാൻ കേരളത്തിൽ ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ മീറ്റിംഗിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയി ഇങ്ങനെ 10-13 പാസ്റ്റേഴ്സ് ഇങ്ങനെ ഇരിക്കാം. വളരെ ബുദ്ധിമുട്ടി അവരെനിക്ക് കൈ പോലും തരുന്നത്. ബിക്കോസ് ഞാനൊരു കറുത്ത ഷർട്ട് ഇറങ്ങിട്ടിരുന്നു. അന്നേരം അവർക്ക് വലിയ ബുദ്ധിമുട്ടായി കറുത്ത ഷർട്ട് കൊണ്ട്. ക്ഷമിക്കണം, ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷെങ്കിൽ ഇങ്ങനെ വചനം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വായിന്ന് വന്നു, മരണത്തിന് പേടി ആർക്കുണ്ടെന്ന് ചോദിച്ചു. അന്നേരം ഇങ്ങനെ സഭയിൽ ആൾക്കാരിരിക്കുക. ഞാൻ ചോദിച്ചത്, മരിക്കാനായിട്ട് പേടിയുണ്ടോ? അതൊരു ഫാസ്റ്റ് എന്തോ പറഞ്ഞു, മരിക്കാനായിട്ട് ആർക്കാ പേടിയുണ്ട്. 2-3 സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, എല്ലാവരും പറഞ്ഞു മരിക്കാനായിട്ട് പേടി. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പാസ്റ്റർ 13 ഇരിക്കല്ലേ. ഞാൻ ഇവിടെ പാസ്റ്റേഴ്സിനോട് ചോദിക്കാൻ തുടങ്ങി, പാസ്റ്റേഴ്സ് മരിക്കാൻ പേടിയുണ്ടോ? ഒറ്റ പാസ്റ്ററും പറഞ്ഞില്ല പേടിയില്ലെന്ന്. എല്ലാവരും പറഞ്ഞു പേടിയുണ്ട് മരിക്കാൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അപ്പൊ മരണം വരുന്ന പേടി കാണാതിരിക്കോ? പാസ്റ്റർ എന്തോ പറഞ്ഞു. എന്റെ ആത്മാവിൽ ദൈവാത്മാവ് സംസാരിച്ചിരിക്കുക, മരിച്ചിട്ടുള്ള ഒരാൾക്ക് മരണത്തിന് പേടിയില്ല. മരിക്കാത്തൊരു വ്യക്തിക്ക് മരണത്തിന് എല്ലാ സമയം പേടിയാണ്. ഹല്ലേലൂയ. നമ്മൾ മരിച്ചിട്ടുണ്ടോ? മരണത്തിന് പേടിയില്ല. ബിക്കോസ് അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. കുഞ്ഞിന്റെ കുഞ്ഞുകാല് കാണണമെന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല. നമുക്ക് എന്റെ വീട് മേളത്തെ നില കെട്ടണമെന്നോ കെട്ടി കാണണമെന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല. നമുക്ക് നിത്യതയാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ ടാർഗറ്റ് നിത്യതയാണ്. എത്ര എളുപ്പം ഈ കണ്ണൊന്ന് അടഞ്ഞു കിട്ടുമെന്ന് നമ്മൾ ഓർത്തിരിക്കുക. ബിക്കോസ് നമ്മളുടെ പണി വേഗത്തിൽ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. Because today, if you are knocked out, you should know where you are going. What will be your valuation? എത്ര നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിക്കുന്ന സമയത്ത് നമ്മുടെ വാല്യുവേഷൻ ഉണ്ടായിരിക്കണം ദൈവസന്നിധി. ദൈവം നമ്മളെ എങ്ങനെയാ കാണുന്നത്? നമ്മളൊരു 90 വയസ്സായി 100 വയസ്സായി ജീവിച്ചിട്ടുള്ളൂ, നീർഘ ആയുസ് കിട്ടി, ഒരർത്ഥവുമില്ല. അത്രയും പാവിയായിട്ട് മരിക്കാവുന്നേ ഉള്ളൂ. സോറി ടു സേ ദാറ്റ്. പക്ഷേ 20 വയസ്സേ ഉള്ളോ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? വേർപെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? ആത്മാവിൽ നയിക്കുന്ന ഒരു ജനമാണോ? നമുക്ക് അതിലാ വാല്യുവേഷൻ. അതൊരു 100 വർഷം ജീവിക്കുന്നതിനെക്കാട്ടിലും വാല്യൂ ആണ്. ബിക്കോസ് ഒരു ദിവസം ജീവിച്ചിട്ടുണ്ടെങ്കിൽ രാജ്കുമാറിന്റെ കൂട്ടി ജീവിക്കണം. സിംഹം എത്ര പ്രായം ചെന്നാലും പോച്ച തിന്നുന്ന കാണത്തില്ല. സിംഹം ഒരു ദിവസം നിന്നാലും സിംഹത്തിന്റെ കുട്ടികളാണ് നമ്മൾ. ലയൺ ഓഫ് ജൂദാസ് കബ്സ്. നമ്മൾ നടക്കുവാണെങ്കിൽ എടുക്കുവാണെങ്കിൽ ചീർക്കാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, മ്യാവുമയാന്ന് വെക്കാൻ പഠിച്ചിട്ടില്ല. ഹല്ലേലൂയ. കബിനെ എടുത്തു നോക്ക്, ഒന്ന് കളിച്ചു നോക്ക്, ചെയ്യും. മ്യാവെന്ന് പറയത്തില്ല ആ സമയത്ത്. വലുതായിട്ട് ഞാൻ അങ്ങനെ പറയാൻ ലൈൻ പറഞ്ഞതിനോട് പറയുന്നില്ല. വെരി മോമെന്റ് he or she is a cub ready to fight back. നമ്മൾ ഇതിനെ അങ്ങ് സ്വീകരിച്ചിരിക്കുക, ലയിച്ചിരിക്കുക ഈ ലോകത്തിന്. ഇച്ചിരൂടെ വലുതാവുന്നോണ ബുദ്ധി വരും, ഇച്ചിരൂടെ വലുതാവുന്നോണ എല്ലാം മനസ്സിലാകും, ദൈവം പിടിക്കും. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് നടക്കും. ആര് പിടിച്ചിരിക്കുന്നെന്ന് അറിയത്തില്ല. നമ്മൾ കെയർഫുൾ ആയിരിക്കണം. സഭ ഒരുങ്ങേണ്ട സമയമാണ്. ഒരു വാക്യം എളുപ്പം നമുക്ക് വായിക്കാം. ഫസ്റ്റ് തെസ്സലോനിക്കർ ചാപ്റ്റർ 5 verse 2 to 11.
കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതും അല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എപ്പോഴും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുട്ടിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവേൻ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മൾ ഇവിടെ പല ഭാഗം മലയാളത്തിൽ വളരെ ക്ലിയർ ആയതുകൊണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ സുബോധമുള്ളവരായിരിക്കണമെന്ന് നമ്മളെ അവിടെ പഠിപ്പിക്കുന്നത്. അന്നേരം ഇപ്പം വരെ നമ്മൾ നോക്കിയിരിക്കുന്നത് 4th സീൽ ഓപ്പൺ ആയിട്ടുണ്ട്, 4 ട്രംപറ്റ് ബ്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 5th ട്രംപറ്റിൽ ചർച്ച് എടുക്കപ്പെടും. നമ്മൾ ആ സ്റ്റേജിൽ നമ്മൾ നിൽക്കുക. 7th സീൽ ട്രംപറ്റ് വിൽ ബി ബ്ലോൺ വെൻ ജീസസ് വിൽ റിട്ടേൺ. നമ്മൾ എത്ര പ്രിപ്പയർ ആയിട്ടുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം ഇച്ചിരിയുടെ കോംപ്ലിക്കേറ്റഡ്. അത് ഇപ്പോഴത്തെ വാറിനെ പറ്റി ബൈബിൾ എന്തോ പറയുന്നത്. റഷ്യ യുക്രൈൻ വാർ, ഇസ്രായേൽ ഹമാസ് വാർ, ഇറാൻ ഇസ്രായേൽ വാർ, ഇതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ആയിരിക്കും നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഒരു 5 to 10 minutes ബ്രേക്ക് നമുക്ക് എടുക്കാം. ഇപ്പം അത് കഴിഞ്ഞിട്ട് വിൽ കം ആൻഡ് സ്റ്റഡി വിത്ത് ദ ബൈബിൾ. ബൈബിൾ ഇത് എവിടെ എന്തോ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ ഇച്ചിലൂടെ ക്ലിയർ ആകും നമ്മളുടെ ഹൗ ക്ലോസ് വി ആർ ടു ഡിപ്പാർട്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ്. പുതിയ ന്യൂസ് ആ പാസ്റ്റർ